അമിത്ഷായെ തീർത്തു തള്ളി രാജ്നാഥ് സിംഗ്. ഇതോടെ NDAയിൽ വമ്പൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. അമിത്ഷായ്ക്കെതിരെ രാജ്യം മുഴുവൻ പ്രതിഷേധം കനക്കുന്നതിനിടയിൽ എങ്ങനെ അമിത്ഷായെ സംരക്ഷിക്കുമെന്ന് BJPയും മോദിയും തല പുകഞ്ഞാലോചിക്കുന്നതിനിടയിലാണ് രാജ്നാഥ് സിംഗ് അമിത്ഷായെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചത്. അംബേദ്കർ വിഷയത്തിലാണ് അമിത്ഷാ ആടി ഉലഞ്ഞു നിൽക്കുന്നത്. ഈ വേളയിൽ അംബേദ്കറിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയും അതോടൊപ്പം തന്നെ സന്ദർശന വേളയിൽ രാജ്നാഥ് സിംഗ് തന്റെ അഭിമാനവും ആദരവും പ്രകടിപ്പിച്ച് ഭീം ജന്മഭൂമിയിലെ സന്ദർശക പുസ്തകത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ബാബാ സാഹേബിനും അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്തിനും സമർപ്പിക്കുന്ന മൗ സന്ദർശിക്കുന്നത് എനിക്ക് അഭിമാനകരമായ നിമിഷം നിറയ്ക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയിൽ മാല അർപ്പിക്കുന്നത് മഹത്തായ ആദരവിന്റെ നിമിഷമാണെന്നും അദ്ദേഹം ഇതിൽ കുറിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇല്ലാണ്ടായി പോകുന്നത് അമിത്ഷാ കൂടിയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ठीक है आप सीधे आइए इधर ഇത്തരത്തിലൊരു നീക്കം രാജ്നാഥ് സിംഗിൽ നിന്നും BJPയോ മോദിയോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടേയില്ല. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷം പ്രതിഷേധം കനപ്പിക്കുന്നതിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ മോദിയും അമിത്ഷായും സഖ്യകക്ഷികളുടെ യോഗം വരെ വിളിച്ചു ചേർത്ത് തന്റെ കൂടെ ഉണ്ടാവണമെന്നും ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധത്തിനെതിരെ പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പമുണ്ടാകണമെന്നും അമിത്ഷാ കൈകുപ്പിക്കൊണ്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ യോഗത്തിൽ നിന്നും ഏകനാഥ് ഷിൻഡെയും നിതീഷ് കുമാറും വിട്ടുനിന്നതും ഏറെ ചർച്ചയായിരുന്നു. ഇത്തരത്തിൽ അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ NDA രണ്ട് തട്ടിലിരിക്കുന്ന ഒരു സമയത്താണ് അല്പം കൂടി അതിന് ആക്കം കൂട്ടാൻ രാജ്നാഥ് സിംഗിന്റെ അംബേദ്കർ പുകഴ്ത്തലും പുഷ്പാർച്ചന നടത്തലുമൊക്കെ. കാര്യം, കഴിഞ്ഞ 2019 മോദിയുടെ രണ്ടാം വരവിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷമൊക്കെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ മോദിയും അമിത്ഷായും ഒതുക്കി നിർത്തിയവരിൽ ഒരാളായിരുന്നു ഇതേ രാജ്നാഥ് സിംഗ്. അന്ന് എല്ലാ തീരുമാനങ്ങളും ഒറ്റക്കെടുത്ത പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി തോന്നിയപടി കാര്യങ്ങൾ ചെയ്ത് പോരുകയും അങ്ങനെ 5 വർഷം പൂർത്തിയാക്കുകയും അവിടെയാണ് 2024 മറ്റൊരു തെരഞ്ഞെടുപ്പ് നടന്നതും. ഇതോടെ കേവല ഭൂരിപക്ഷം നേടാനാവാതെ പോയ മോദിക്കും അമിത്ഷായ്ക്കും പത്തി മടക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, സഖ്യകക്ഷികൾക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ടിയും വന്നു. ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ RSS കൂടി ചരട് വലിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് രണ്ടാമനായി ഇതേ മന്ത്രിസഭയിൽ മാറിയത്. എന്തായാലും അമിത്ഷായ്ക്ക് ഇത്തരം ഒരു സമയത്ത് രാജ്നാഥ് സിംഗ് നൽകിയത് ഒന്നൊന്നര അടിയായി പോയി.